Hi dears, welcome back to EduZone. Now we have to discuss milk teeth, permanent teeth, tooth decay, etc. So, previous classes we discussed the first step of the digestion or nutrition is the ingestion. There are 5 steps in the nutrition. The first step is ingestion. Then, in ingestion, the food we eat first we go to the mouth. There are some functions to mouth in the mouth, tongue, teeth, lips. We already discussed. Then, what about teeth? There are some questions. Which is the outermost layer of teeth? Enamel. Which is the hardest substance in the human body? Enamel. Okay. അപ്പോൾ ഇതിൽ നമ്മൾ പല്ലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ ന്യൂട്രീഷനിൽ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ? ഇഞ്ചക്ഷൻ അല്ലേ? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഇഞ്ചക്ഷൻ. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ടു ഫുഡ് ഇൻ ദ മൗത്ത്? അതായത് നമ്മൾ പറഞ്ഞു ഇഞ്ചക്ഷനിൽ നമ്മൾ ആദ്യ ഭക്ഷണം പോകുന്നത് എങ്ങോട്ടെന്ന് പറയുന്നത് വായിലേക്കാണ് പോകുന്നത് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മളിതൊക്കെ പഠിച്ചു കഴിഞ്ഞു. എന്നാലും നമ്മൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാണ്. വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ടു ഫുഡ് ഇൻ ദ മൗത്ത്? ഇറ്റ് മിക്സ് വിത്ത് സലൈവ, ഇറ്റ് ഗെറ്റ്സ് കട്ട് ഇൻ ടു പീസസ്, ഇറ്റ് ഗെറ്റ്സ് ചൂവ്ഡ്, ഇറ്റ് ഗെറ്റ്സ് മസ്റ്റിക്കേറ്റ് അല്ലേ? എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ വായിലേക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം നമ്മൾ നേരത്തെ ഒരുപാട് വിശദീകരിച്ച് പറയുന്നുണ്ട്. സലൈവയായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെവറൽ പീസസ് ആവുന്നുണ്ട്, നമ്മൾ ചവച്ചരച്ച് ച്യൂ ആക്കുന്നുണ്ട്, പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കടിക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെയാണ്. അത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു പറയുന്നത് ടീത്ത് അല്ലേ? വായിലുള്ള പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് ടീത്ത്. അതിൽ ടീത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടീത്ത് അല്ലേ? നമ്മൾ വൈറ്റ് കളറിലായിട്ട് നമ്മൾ പല്ല് കാണുന്നത്. അപ്പോൾ ഏറ്റവും പുറത്ത് കാണുന്ന ലെയർ, പല്ലിൻ്റെ ഏറ്റവും പുറത്ത് കാണുന്ന ലെയർ ഏതാണ്? ഇനാമലാണ് അല്ലേ? വിച്ച് ഇസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി? ഇനി ഇനാമലിൻ്റെ ഫങ്ഷൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും കട്ടിയുള്ള ഹാർഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണെന്ത്? ഇനാമൽ അല്ലേ? ഇനി നമ്മൾ പല്ല് 2 വിധമുണ്ട്, മിൽക്ക് ടീത്ത് ആൻഡ് പെർമനൻറ്റ് ടീത്ത്. ഏതൊക്കെയാണ്? മിൽക്ക് ടീത്ത് ആൻഡ് പെർമനൻറ്റ് ടീത്ത്. വാട്ട് ആർ മിൽക്ക് ടീത്ത്? ഇൻ ഇൻഫൻസ് ടീത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് അറൗണ്ട് ദ ഏജ് ഓഫ് 6 months. ദീസ് ടീത്ത് ആർ നോൺ ആസ് മിൽക്ക് ടീത്ത്. ഏകദേശം ഒരു 6 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മക്കളിൽ വരുന്ന ചെറിയ കുഞ്ഞുങ്ങളിൽ വരുന്ന കുഞ്ഞു പല്ലുകൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. Teeth development starts around the age of 6 months. These teeth are known as milk teeth. 10 milk teeth each develop at the upper and lower jaws. അതായത് 10 എണ്ണം എവിടെ ഉണ്ടാവും? മുകളിലും 10 എണ്ണം താഴെ. അങ്ങനെ ടോട്ടൽ മിൽക്ക് ടീത്ത് എത്ര ഉണ്ടാവും? 20 ഉണ്ടാവും. ഇനി വാട്ട് ഈസ് പെർമനൻറ്റ് ടീത്ത്? പെർമനൻറ്റ് ടീത്ത് ആർ ദോസ് ദാറ്റ് റീപ്ലേസ് മിൽക്ക് ടീത്ത് വെൻ ദേ ഫാൾ ഓഫ് അല്ലേ? അതായത് നമ്മൾ മിൽക്ക് ടീത്ത് ഒരു 6-7 വയസ്സാകും, 6 മാസമായിട്ട് വരുന്ന ആ പല്ലുകൾ 6-7 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞുങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? അത് പൊഴിഞ്ഞു പോകാൻ തുടങ്ങും. അങ്ങനെ അതിനുശേഷം മിൽക്ക് ടീത്ത് പോയതിന് ശേഷം വരുന്ന പല്ലുകൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെർമനൻറ്റ് ടീത്ത്. പെർമനൻറ്റ് ടീത്ത് ആർ ദോസ് ദാറ്റ് റീപ്ലേസ് മിൽക്ക് ടീത്ത് വെൻ ദേ ഫാൾ ഓഫ്. അതായത് മിൽക്ക് ടീത്ത് പൊഴിഞ്ഞു പോയതിന് ശേഷം വരുന്ന പല്ലുകൾക്കാണ് പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുന്നത്. ഇഫ് പെർമനൻറ്റ് ടീത്ത് ബ്രേക്ക് ഓർ ഫാൾ ഓഫ്, ന്യൂ ടീത്ത് വിൽ നോട്ട് ഗ്രോ ഇൻ ഇറ്റ്സ് പ്ലേസ്. ഇനി എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ പെർമനൻറ്റ് ടീത്ത്, അതായത് 7 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മിൽക്ക് ടീത്ത് പൊഴിഞ്ഞു പോകും. അപ്പോൾ ഉണ്ടാകുന്ന പല്ലുകൾക്ക് എന്തെങ്കിലും കാരണത്താൽ പല്ല് പോകും. നമുക്കറിയാം പല്ല് കേട് വന്ന് പോകുന്നുണ്ട്, പിന്നെ വല്ല ആക്സിഡൻറ്റ് വീണിട്ടോ പല്ല് ചെറിയ കുത്തിയിട്ടൊക്കെ നമ്മൾ പല്ലുകൾ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യില്ല? വീണ്ടും പുതിയ പല്ല് വരാൻ സാധ്യതയില്ല, വരൂല എന്നുള്ളതാണ് എന്ന്. ഇനി നമ്മൾ പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് പഠിച്ചു. ഇൻസിസർ, ക്യാനിൻ, പ്രീമോളാർ, മോളാർ അല്ലേ? ഇനി ടൂത്ത് ഡീക്കെ എന്താണെന്നുള്ളതാണ് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ
ചെയ്യാൻ അതിന് വേണ്ടി ഒരു എക്സ്പെരിമെൻറ്റ്. എന്താണ് ടൂത്ത് ഡീക്കേ? ഇറ്റ് ഈസ് ദ ഡാമേജ് ഓഫ് ടൂത്ത് സർഫേസ് ഓർ ഇനാമൽ. ടൂത്ത് ഡീക്കേ എന്താണ്? ഇറ്റ് ഈസ് ദ ഡാമേജ് ടു എ ടൂത്ത് സർഫേസ് ഓർ നമ്മുടെ പല്ലിൻ്റെ ഇനാമലിനോ പല്ലിൻ്റെ ഉപരിതലത്തിനോ കേട് സംഭവിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? ടൂത്ത് ഡീക്കേ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് ആ എക്സ്പെരിമെൻറ്റ്? അതായത് ടൂത്ത് ഡീക്കേ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു എക്സ്പെരിമെൻറ്റ്, എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതുപോലെ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതിന് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് എന്തെല്ലാം സാധനം, മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെ വേണം? എ സ്മാൾ പീസ് ഓഫ് മാർബിൾ, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, എ ഹാൻഡ് ലെൻസ്, ഗ്ലാസ് ടംബ്ലർ. എന്തൊക്കെ വേണ്ടേ? സ്മാൾ പീസ് ഓഫ് മാർബിൾ, ഒരു ചെറിയ കഷ്ണം മാർബിൾ, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡാണ്, ഹാർഡല്ല, എ ഹാൻഡ് ലെൻസ്, ഒരു ലെൻസ്, ഗ്ലാസ് ടംബ്ലറും കൂടി നമുക്ക് വേണം. അപ്പോൾ 4 സാധനങ്ങളാണ് വേണ്ടത്. എ സ്മാൾ പീസ് ഓഫ് മാർബിൾ, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, എ ഹാൻഡ് ലെൻസ്, ഗ്ലാസ് ടംബ്ലർ. ഇനി നമുക്കതിൻ്റെ പ്രൊസീജിയർ നോക്കാം. മാർബിൾ ഈസ് എ ഹാർഡ് സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം കോമ്പൗണ്ട്. അപ്പോൾ മാർബിളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തറയിൽ പതിക്കുന്നുണ്ട്, ചില ചുമരുമൊക്കെ പതിക്കാറുണ്ട് അല്ലേ, നല്ല വില കൂടിയ സാധനമാണ്. അപ്പോൾ അത് നമ്മൾ കാൽസ്യം കോമ്പൗണ്ടാണ് മാർബിൾ, ഹാർഡ് സബ്സ്റ്റൻസാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഇനാമലും എന്താണ്? കാൽസ്യം കോമ്പൗണ്ടാണ്. അതും നമ്മുടെ മനുഷ്യ ശരീരത്തിന്, ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഹാർഡായിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ ഏതാണ് നമ്മൾ പഠിച്ചു? ഇനാമലാണ് അല്ലേ. ടേക്ക് എ സ്മാൾ പീസ് ഓഫ് മാർബിൾ. ആദ്യം നമ്മളൊരു കഷ്ണം മാർബിൾ എടുക്കുക. ഒബ്സർവ് ഇറ്റ് ത്രൂ എ ഹാൻഡ് ലെൻസ്. നമ്മൾ പറഞ്ഞു ഒരു ഹാൻഡ് ലെൻസ് വേണം പറഞ്ഞു. ആ ഹാൻഡ് ലെൻസിലൂടെ ഈ മാർബിൾ ഇങ്ങനെ നമ്മൾ നിരീക്ഷിക്കാം. പ്ലേസ് ഇറ്റ് ഇൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ ഗ്ലാസ് ടംബ്ലർ. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ഗ്ലാസ് ടംബ്ലറിൽ നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇട്ടിട്ട് അത് ഏതിലിടണം? നമ്മുടെ മാർബിൾ ഇടണം. ആഫ്റ്റർ സം ടൈം എഗെയിൻ ഒബ്സർവ് ഇറ്റ് ത്രൂ എ ഹാൻഡ് ലെൻസ്. നമ്മൾ നേരത്തെ നോക്കിയില്ലേ ഹാൻഡ് ലെൻസിൽ മാർബിൾ, ഇനിയും നോക്കുക. ഒബ്സർവേഷൻ. ദ മാർബിൾ ഹാസ് സ്റ്റാർട്ടഡ് ടു കൊറോഡ്. എന്ത് ചെയ്തിട്ടുണ്ടാവും? ദ്രവിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹാർഡ്നെസ് എന്തിനുണ്ടാവില്ല? മാർബിൾ അതിങ്ങനെ നാശമായി പോയിട്ടുണ്ടാവും. ഇൻഫറൻസ്. ദ ഇനാമൽ ഓഫ് ടൂത്ത് ഈസ് ഓൾസോ എ കാൽസ്യം കോമ്പൗണ്ട്. ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് ഇനാമൽ വിൽ ഓൾസോ ഗെറ്റ് കൊറോഡ്. അപ്പോൾ എന്താ പറയുന്നത്? നമ്മുടെ ഇനാമൽ എന്തിൻ്റെ കോമ്പൗണ്ടാണ്? കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ടാണ്. കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ഇങ്ങനെയൊക്കെയാണ് കാൽസ്യം കോമ്പൗണ്ട് എന്ന് പറയും. അപ്പോൾ മാർബിളും തന്നെയാണ് കാൽസ്യം കോമ്പൗണ്ട് തന്നെ. മാർബിളിൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേരുന്നത് കൊണ്ട് എന്ത് ചെയ്തു? അത് കൊറോഡായി. അതുപോലെ തന്നെ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്, നമ്മുടെ വായിലേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താലോ നമ്മുടെ വായിൽ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ആസിഡുകൾ ഇങ്ങനെ നിൽക്കും. അങ്ങനെ നമ്മുടെ പല്ലും എന്ത് ചെയ്യുന്നുണ്ട്? നാശാവുന്നു. ഇതാണ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എക്സ്പെരിമെൻ്റ് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്? പീസ് ഓഫ് മാർബിൾ, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹാൻഡ് ലെൻസ്, ഗ്ലാസ് ടംബ്ലർ. എന്ത് ചെയ്യുന്നു? നമ്മുടെ ഒരു ഗ്ലാസ് ടംബ്ലർ എടുത്ത് ആദ്യം നമ്മൾ ഹാൻഡ് ലെൻസ് വെച്ചിട്ട് നമ്മൾ മാർബിളിനെ നോക്കും അല്ലേ, നമ്മൾ നിരീക്ഷിക്കും, ഒബ്സർവ് ചെയ്യും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക്, ഗ്ലാസ് ടംബ്ലറിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിറച്ച് ഇത് വെക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നിരീക്ഷിക്കാൻ വെച്ചാൽ നമുക്കൊന്നും ഈ കാൽസ്യം കോമ്പൗണ്ട് കൊറോഡായിട്ടായി. കാരണം എന്താണെന്ന് ഇത് തന്നെയാണ് നമ്മളെ പല്ലിനും സംഭവിക്കുന്നത്. ഓക്കെ. ദെൻ സജസ്റ്റ് മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് ടൂത്ത് ഡീക്കേ. അപ്പോൾ നമ്മൾ ടൂത്ത് ഡീക്കേ എന്താണെന്ന് മനസ്സിലാക്കി. ഈ ടൂത്ത് ഡീക്കേ നമ്മുടെ ഹെൽത്തിനെ തന്നെ ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ടൂത്ത് ഡീക്കേ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിലുണ്ടാകും ക്വസ്റ്റ്യൻ. സജസ്റ്റ് മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് ടൂത്ത് ഡീക്കേ. വാട്ട് ആർ ദേ? ക്ലീൻ ദ മൗത്ത് പ്രോപ്പർലി ആഫ്റ്റർ ഫുഡ്. ബ്രഷ് യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് അറ്റ് night after dinner. Clean your mouth well after consuming sweet. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പല്ലിന് കേട് വരാതിരിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്?
ഏതൊക്കെയാണ്? ക്ലീൻ ദ മൗത്ത് പ്രോപ്പർലി ആഫ്റ്റർ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ വായ വൃത്തിയാക്കുക. ബ്രഷ് യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് അറ്റ് നൈറ്റ് ആഫ്റ്റർ ഡിന്നർ. അതേപോലെ തന്നെ രാവിലെയും പിന്നെ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം, അതായത് രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പല്ല് വൃത്തിയായിട്ട് ബ്രഷ് ചെയ്യണം. ക്ലീൻ യുവർ മൗത്ത് വെൽ ആഫ്റ്റർ കൺസ്യൂമിങ് സ്വീറ്റ്. അതേപോലെ തന്നെ നമ്മൾ സ്വീറ്റ്സോ കഴിച്ചാൽ നമ്മൾ പല്ല് നന്നായിട്ട് വൃത്തിയാക്കണം. കൺസൾട്ട് എ ഡെൻറ്റിസ്റ്റ് ഓഫൺ ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് ഇൻ ടീത്ത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴെങ്കിലും നമ്മുടെ ഒരു ഡോക്ടറെ ഡെൻറ്റിസ്റ്റിനെ നമ്മൾ കൺസൾട്ട് ചെയ്യും. നമ്മുടെ പല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമ്മൾ ഇടയ്ക്കൊന്ന് ഏകദേശം ഒരു കുറച്ചൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പല്ല് ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണ് ടൂത്ത് ഡീക്കേ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ്. സജസ്റ്റ് മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് ടൂത്ത് ഡീക്കേ. വാട്ട് ആർ ദേ? ക്ലീൻ ദ മൗത്ത് പ്രോപ്പർലി ആഫ്റ്റർ ഫുഡ്, ബ്രഷ് യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് അറ്റ് ദ നൈറ്റ് ആഫ്റ്റർ ഡിന്നർ, ക്ലീൻ യുവർ മൗത്ത് ആഫ്റ്റർ consuming sweet, consult a dentist often to find out if there is any mistake teeth. ഇനി വേറെ ക്വസ്റ്റ്യൻ. ഇഫ് യു ഡോണ്ട് ക്ലീൻ ദ മൗത്ത് പ്രോപ്പർലി ആഫ്റ്റർ ഹാവിങ് ഫുഡ് യുവർ ടീത്ത് മേ സ്റ്റാർട്ട് ടു ക്രോ. ഹൗ? അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ പല്ല് നന്നായിട്ട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത് നാശമാവാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണെന്നുള്ളത് ക്വസ്റ്റ്യൻ. If don't clean the mouth properly, the bacteria will feed on the food particles stuck between the teeth. This will result in lactic acid production. It's damage the teeth. If don't clean the mouth properly, the bacteria will feed on food particles stuck between the teeth. നമ്മുടെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വായ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും? വായിൽ ബാക്ടീരിയ, ഫുഡ് പാർട്ടിക്കിൾസിൻ്റെ കൂടെ എന്ത് ചെയ്യും? ബാക്ടീരിയ വരും അല്ലേ? എന്നിട്ട് നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ ഇരിക്കും. ഇത് നമ്മുടെ ഒരു ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാകും. ഈ ആസിഡിൻ്റെ പ്രസൻസ് നമ്മുടെ പല്ലിനെ ദോഷകരമാണ്. അപ്പോൾ നമ്മുടെ പല്ല് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഭക്ഷണം കഴിച്ചതിന് ശേഷം വൃത്തിയാക്കണം. രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷവും നന്നായിട്ട് ബ്രഷ് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഡെൻറ്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പല്ല് ഡാമേജ് ആവാതെ നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് പല്ല് കേടുവരുന്നത് നമ്മൾ നോക്കി. നമ്മൾ വായ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കൂടെ എന്ത് ചെയ്യും? ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യും. ബാക്ടീരിയ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ ഇരുന്ന് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ്? ഹൗ ഡസ് ലാക്റ്റിക് ആസിഡ് ഡാമേജ് ടീത്ത്? അപ്പോൾ എങ്ങനെയാണ് ലാക്റ്റിക് ആസിഡ് നമ്മുടെ പല്ലിന് എങ്ങനെയാണ്? ഇനാമൽ ഓഫ് ടീത്ത് ഈസ് കാൽഷ്യം കോമ്പൗണ്ട്. ഇനാമൽ വിൽ റിയാക്ട് വിത്ത് ലാക്റ്റിക് ആസിഡ് കോസിങ് ദ ടൂത്ത് ഡീക്കേ ഇൻ ദ ലോങ് റൺ. അതായത് നമ്മുടെ പല്ലിൽ കാൽസ്യം കോമ്പൗണ്ട് ഉണ്ട്. ഈ കാൽസ്യം കോമ്പൗണ്ട് ലാക്റ്റിക് ആസിഡുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. എന്നിട്ട് കുറേ കാലത്തിന് ശേഷം അത് നമ്മുടെ പല്ല് ഡാമേജിന്, ടീത്ത് ഡീക്കേക്ക് കാരണമാവും. ഇതൊക്കെയാണ് പല്ലിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് പല്ല് എന്താന്ന് പറഞ്ഞു. പല്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇനാമൽ. ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി ഈസ് ഇനാമൽ. ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടീത്ത് ഈസ് ഇനാമൽ അല്ലേ? രണ്ട് തരത്തിലുള്ള പല്ലാണ് ഒരു മനുഷ്യനുള്ളത്. മിൽക്ക് ടീത്ത്, പെർമനൻറ്റ് ടീത്ത്. ഇൻ ഇൻഫൻസ് ടീത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട്സ് അറൗണ്ട് ദ ഏജ് ഓഫ് 6 months. These teeth are known as milk teeth. Then what is permanent teeth? Permanent teeth are those that replace milk teeth when they fall off. Different types of teeth are in the mouth: incisor, canine, premolar, molar. There are 8 incisor, 4 canines, 8 premolars, 12 molars. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു എക്സ്പെരിമെൻ്റ് നോക്കി, മാർബിൾ കഷ്ണം കൊണ്ട് വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് അല്ലേ? ഇനി
ടൂത്ത് ഡീക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നോക്കി. വാട്ട് ആർ ദ മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് ടൂത്ത് ഡീക്കെ? ക്ലീൻ ദ മൗത്ത് പ്രോപ്പർലി ആഫ്റ്റർ ഫുഡ്, ബ്രഷ് യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് അറ്റ് നൈറ്റ് ആഫ്റ്റർ ഡിന്നർ, ക്ലീൻ യുവർ മൗത്ത് വെൽ ആഫ്റ്റർ കൺസ്യൂമിങ് സ്വീറ്റ്, കൺസൾട്ട് എ ഡെൻറ്റിസ്റ്റ് ഓഫൺ ടു ഫൈൻഡ് ഔട്ട് ദ എനി മിസ്റ്റേക്ക് ഇൻ ടീത്ത്. ഇനി നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ടങ്. ഓക്കെ, ദെൻ ടങ് നമ്മൾ പറഞ്ഞു ഇഞ്ചക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ദ ഇഞ്ചക്ഷൻ അല്ലേ. അതിൽ പ്രധാനപ്പെട്ട ഫങ്ഷൻ വഹിക്കുന്നത് ആരൊക്കെയാണ്? ടങ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആദ്യം എന്ത് ചെയ്യുന്നു? വായിലെത്തുന്നു അല്ലേ, നമ്മളെ മൗത്തിലേക്കാണ് എത്തുന്നത്. അവിടെ പ്രധാന ഫങ്ഷൻ വരുന്നത് ടങ്ങിനും ടീത്തിനും ലിപ്സിനും ഒക്കെയാണെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ പറഞ്ഞു ടങ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ടീത്തിൻ്റെ അവിടേക്ക് എത്തിച്ചേർത്തുന്നു, അതുപോലെ സലൈവയായിട്ട് മിക്സ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പറഞ്ഞു. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ടങ്? The taste buds on the tongue help us to sense taste, help in swallowing. Tongue helps to move food inside the mouth so that teeth can chew it. Tongue helps to remove things trapped between teeth. What are they? What are the different functions of the tongue? First one, the taste buds on the tongue help us to sense taste. ഓക്കെ, അത് ടേസ്റ്റ് ബഡ്സ് നമ്മുടെ നാക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ് എന്ത്? നമ്മളെ സ്വാദ് അല്ലേ, സ്വാദ് അറിയുന്നത് ഏതിലൂടെയാണ്? നാക്കിലൂടെയാണ്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സെൻസ് ഓഫ് ടേസ്റ്റ് കിട്ടുന്നത് ഏതിലൂടെയാണ്? നാക്കിലൂടെയാണ്. പുളി, മധുരം, കയ്പ്പ്, ഇതൊക്കെ ഓരോ നാക്കിൻ്റെ ഓരോ ഭാഗത്താണ്. അപ്പോൾ ഈ നാക്കിൻ്റെ ഈ ടേസ്റ്റ് ബഡ്സ് നമുക്ക് സെൻസ് ഓഫ് ടേസ്റ്റ് നൽകുന്നല്ലേ. ദ ടേസ്റ്റ് ബഡ്സ് ഓൺ ദ ടങ് ഹെൽപ്പ് അസ് ടു സെൻസ് ടേസ്റ്റ്. നെക്സ്റ്റ് വൺ, ഹെൽപ്സ് ഇൻ സ്വാളോവിങ്. ഭക്ഷണം ചവച്ചരച്ചതിന് ശേഷം നന്നായിട്ട് ചവച്ചരക്കും അല്ലേ, പല്ല് ഉപയോഗിച്ചിട്ട് വിഴുങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. helps in swallowing. Next, tongue helps to move food inside the mouth so that teeth can chew it. പിന്നെന്താണ്? tongue helps to move food inside the mouth. അതായത് നമ്മുടെ വായ്ക്കകത്ത് ഭക്ഷണം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആ ഭക്ഷണം ഓരോ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിന് ആരാണ് നമ്മൾ അത് പല്ലിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫങ്ഷനാണ് എന്ത്? ടങ്ങിനുള്ളത്. ടങ് ഹെൽപ്സ് ടു റിമൂവ് തിങ്സ് ട്രാപ്ഡ് ബിറ്റ്വീൻ ടീത്ത്. ഇനി ഈ ഫുഡ് ഐറ്റംസിൻ്റെ ചില സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ പല്ലിൻ്റെ അവിടെ ട്രാപ്പ് ചെയ്ത് വെക്കും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നാവ് വെച്ചിട്ട് അതൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ഫങ്ഷൻസ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ ടങ്? ഫസ്റ്റ് വൺ, ദ ടേസ്റ്റ് ബഡ്സ് ഓൺ ദ ടങ് ഹെൽപ്പ് us to sense taste. Second one, helps in swallowing. Third one, tongue helps to move food inside the mouth so that tooth can chew it. Fourth one, tongue helps to remove things trapped between teeth. ഇനി നമ്മൾ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഈ സലൈവ, വായിലുള്ള ഈ സലൈവ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇൻ സലൈവറി ഗ്ലാൻസ്. സലൈവ ഹെൽപ്സ് ഇൻ ഡൈജഷൻ ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ സലൈവറി ഗ്ലാൻസ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെയാണ് സലൈവ? നമ്മുടെ വായിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് കാണുന്ന പിക്ചറിലുണ്ട്. നമ്മുടെ സലൈവറി ഗ്ലാൻസ് ആണ് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇഞ്ചക്ഷൻ്റെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ ഫൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡൈജഷൻ. അങ്ങനെ അബ്സോർപ്ഷൻ, ഇജക്ഷൻ, അസിമിലേഷൻ, ഇങ്ങനെ 5 സ്റ്റേജസാണ് ന്യൂട്രീഷനിലുള്ളത്. ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് നിങ്ങൾക്ക് എന്താണ് ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ.